എഴുതുന്ന ഓരോ ഉത്തരവും നിങ്ങളെ കളിയാക്കുന്നവരുടെ മുഖത്തടിക്കുന്ന രീതിയിലായിരിക്കണം. നിങ്ങൾ അവരോട് പറയുന്ന 100 വാക്കുകളേക്കാൾ നിങ്ങളുടെ റിസൾട്ട് അവരോട് സംസാരിക്കണം. നിങ്ങളുടെ റിസൾട്ട് കാണുമ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോണം. നിങ്ങൾ പല കാര്യങ്ങളും എക്സ്ക്യൂസസും, എനിക്ക് വയ്യ, പേടിയാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസസ് നിങ്ങൾക്ക് പറയാനുണ്ടോ? ഒറ്റ കാര്യം ആലോചിക്കുക, പേടിയുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് എക്സാം എഴുതാൻ പോകണ്ട. അല്ലാണ്ട് പിന്നെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് വാരിയർ, ബി എ വാരിയർ, ഡോണ്ട് ബി എ വിക്ടിം. ഇരേസ് പിടിക്കുന്ന സിംഹത്തിനെ പോലെ ഗർജിക്കാൻ പറ്റണം. നാളെ എങ്ങാൻ നിങ്ങൾ പോയിട്ട് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വരുന്ന എക്സാമിലെല്ലാം നിങ്ങൾ വെറും കുറഞ്ഞ മാർക്കാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അവരാ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നമുക്ക് ഒരു നാണവും ഇല്ലാതെ തലയും കുനിച്ച് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ലിസൺ, നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നാളെ നമ്മൾ കടന്നു കയറാൻ പോകുന്നത്, അല്ലെങ്കിൽ കാല് വെച്ച് കയറാൻ പോകുന്നത് നമ്മളുടെ എക്സാം ഹാളിലേക്കാണ്. നമ്മളുടെ ഭാവിയെ തീരുമാനിക്കുന്ന, നമ്മളുടെ ഫ്യൂച്ചറെ തീരുമാനിക്കുന്ന, നമ്മൾ ഭാവിയിൽ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്ന, നമ്മളുടെ ഗതി നിർണ്ണയിക്കുന്ന നമ്മളുടെ എക്സാം ഹാളിലേക്ക് നമ്മൾ കയറാൻ പോകുന്ന സമയത്ത് ഇപ്പം നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൂ, മക്കളെ തളരരുത്. നമ്മുടെ മോഡൽ എക്സാം നമുക്ക് ടഫായിട്ടുണ്ടാവും. നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എല്ലാം നമ്മൾ പൊട്ടി പാളീസായിട്ടുണ്ടെങ്കിലും ഒരൊറ്റ വാക്ക് നിങ്ങൾ ആലോചിക്കുക, തളരരുത് മക്കളെ, തളരരുത്. കാരണം നിങ്ങൾ നാളെ എന്താണോ അവിടെ എഴുതി വെക്കാൻ പോകുന്നത്, ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസം മുതൽ നിങ്ങളുടെ പരീക്ഷാ പേപ്പറുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തര പേപ്പറുകളിൽ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ എഴുതി വെക്കാൻ പോകുന്നത്, അത് നിങ്ങളെ കളിയാക്കുന്നവർക്കുള്ള മറുപടിയായിട്ട് മാറണം. എഴുതുന്ന ഓരോ ഉത്തരവും നിങ്ങളെ കളിയാക്കുന്നവരുടെ മുഖത്തടിക്കുന്ന രീതിയിലായിരിക്കണം. അവർ നിങ്ങളെ കളിയാക്കുന്നുണ്ടാവും, നിങ്ങളുടെ പിന്നിൽ നിന്ന് ചിരിക്കുന്നുണ്ടാവും, നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ലടാന്ന് പറഞ്ഞ് കളിയാക്കി പുച്ഛിച്ച് തള്ളുന്നുണ്ടാവും. ഇവരോടൊക്കെ മറുപടി പറയാനുള്ള ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ളതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇനി അങ്ങോട്ടുള്ള നമ്മളുടെ ഓരോ സെക്കൻഡുകളും, ഓരോ ചുവടുവെപ്പുകളും, ഓരോ ആക്ഷൻസും. മനസ്സിലാക്കുക, നിങ്ങൾ അവരുടെ അടുത്ത് തിരിച്ചു പറയാൻ നമുക്ക് ഒരുപാട് വാക്കുകളുണ്ടാവും. അവർ നമ്മളെ കളിയാക്കുന്ന സമയത്ത് അവരോട് നമുക്ക് തിരിച്ച് പല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. തിരിച്ചു പറയാൻ ഒരുപാട് വാക്കുകളുണ്ടാവും. ഒറ്റ കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ അവരോട് പറയുന്ന 100 വാക്കുകളേക്കാൾ നിങ്ങളുടെ റിസൾട്ട് അവരോട് സംസാരിക്കണം. നിങ്ങളുടെ റിസൾട്ട് കാണുമ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോണം. പറയാനൊരു വാക്ക് അവർക്ക് ഉണ്ടാവരുത്. എങ്ങനെ ഇവരത് സാധിച്ചു എന്നുള്ള രീതിയിൽ അന്തം വിട്ട് നിൽക്കുന്ന രീതിയിലുള്ള റിസൾട്ടായിരിക്കണം നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അതിന് വെറുതെ ഇരുന്നാൽ നടക്കൂല, കംഫർട്ട് സോണിൽ ഇരുന്നാൽ നടക്കൂല. മനസ്സിലാക്കുക, കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളതല്ല, അത് ജയിച്ചവർക്കുള്ളതാണ്. ഇറ്റ്സ് ഫോർ ദ പീപ്പിൾ ഹു ഓൾറെഡി ജയിച്ച ആൾക്കാർക്കാണ് കംഫർട്ട് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മളൊന്നും ഇതുവരെ എവിടെയും എത്തിയിട്ടില്ലാത്ത ലൈഫിലെ ഒരു ഗതിയും എത്തിയിട്ടില്ലാത്ത നമ്മൾക്കൊന്നും പറഞ്ഞ കാര്യമല്ല കംഫർട്ട് എന്ന് പറയുന്നത്. അതെപ്പോഴാണ് വേണ്ടത്? നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിൽ, നിങ്ങൾ ഉദ്ദേശിച്ച ഡ്രീമിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കംഫർട്ടിലെത്തുന്നത്. ആ സമയത്താണ് നിങ്ങൾക്ക് കംഫർട്ട് പറഞ്ഞിട്ടുള്ളത്. അതുവരെ കംഫർട്ട് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഡിക്ഷണറിയിലേ ഉണ്ടാവാൻ പാടില്ല. സോ സ്പീക്ക് വിത്ത് യുവർ റിസൾട്ട്സ്. നിങ്ങളുടെ റിസൾട്ട് കൊണ്ട് സംസാരിക്കണം. നിങ്ങൾ പല കാര്യങ്ങളും എക്സ്ക്യൂസസും, എനിക്ക് വയ്യ, പേടിയാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസസ് നിങ്ങൾക്ക് പറയാനുണ്ടോ? ഒറ്റ കാര്യം ആലോചിക്കുക, ഇറ്റ്സ് നോട്ട് ദ എക്സ്ക്യൂസസുകളോട് പോകാൻ പറയണം. പേടിയുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് എക്സാം എഴുതാൻ പോകണ്ട. അല്ലാണ്ട് പിന്നെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് വാരിയർ, ബി എ വാരിയർ, ഡോണ്ട് ബി എ വിക്ടിം. ഇരയെ പോലെയല്ലടാ, ഇരേസ് പിടിക്കുന്ന സിംഹത്തിനെ പോലെ ഗർജിക്കാൻ പറ്റണം. നമ്മൾ ആ എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ ശത്രുവിനെ പോലെ കാണുക. കീറി മുറിച്ച് എഴുതുന്ന ഓരോ ഉത്തരവും നമ്മളെ കളിയാക്കുന്നവർക്കുള്ള മറുപടിയായിട്ട് മാറും. അതിന് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി, നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പണിയെടുത്താൽ മതി, നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടൊന്ന് ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി. ഇത്രയും കാലം നമ്മൾ നിങ്ങളടുത്ത് വന്ന് പറയാറുണ്ടായിരുന്നു, മക്കളെ പഠിക്ക്. ഇപ്പം നിങ്ങൾ അതിൻ്റെ വില മനസ്സിലാക്കുന്നുണ്ടാവും. സോ ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഇനിതേ നിങ്ങൾക്ക് നിങ്ങളെ പ്രൂവ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള നിങ്ങളുടെ അവസാനത്തെ സമയങ്ങളിലേക്കാണ് നിങ്ങളിപ്പോൾ ഈ കടന്നുകൊണ്ടിരിക്കുന്നത്. സോ റിമെമ്പർ, നിങ്ങളെ കളിയാക്കുന്നവരുണ്ടാവും, പുച്ഛിക്കുന്നവരുണ്ടാവും, നിങ്ങളെ പല രീതിയിൽ തള്ളി പറയുന്നവരുണ്ടാവും. ഒരു കാര്യം ആലോചിക്കുക, നാളെ എങ്ങാൻ നിങ്ങൾ പോയിട്ട് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വരുന്ന എക്സാമിലെല്ലാം നിങ്ങൾ വെറും കുറഞ്ഞ മാർക്കാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അവരാ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നമുക്ക് ഒരു നാണവും ഇല്ലാതെ തലയും കുനിച്ച് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തള്ളിവിടരുത്. പഠിക്കണം മക്കളെ, പഠിക്കണം. അച്ചീവ് യുവർ ഡ്രീംസ്. നിങ്ങൾക്കതൊരു സ്വപ്നമാണെങ്കിൽ, നിങ്ങൾക്കതൊരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അങ്ങ് കാണിച്ചു കൊടുക്കണം. ഈ പറഞ്ഞവരുടെ ഒക്കെ വായിൽ ഒരു വാക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അണ്ണാക്കിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? തിരിച്ച് നിങ്ങളുടെ മറുപടി കാണിക്കണം. അത് വെറുതെ വാക്കിലൂടെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാണിച്ച് വെറുതെ നെഞ്ചു വിരിച്ച് നിന്നാലൊന്നും നടക്കില്ല. സ്പീക്ക് വിത്ത് യുവർ റിസൾട്ട്സ്. നിങ്ങളുടെ റിസൾട്ട് ആയിരിക്കണം അതിനുവേണ്ടി സംസാരിക്കേണ്ടത്. നിങ്ങൾക്കൊരു വാക്ക് പറയാനുണ്ടാവരുത്. എന്തെങ്കിലും പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ആ ധൈര്യം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വാക്ക് ഇൻ ടു യുവർ എക്സാം ഹാൾ വിത്ത് 100% കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് എപ്പോഴാണ് വരിക? കൃത്യമായി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. പേടി ആർക്കുണ്ടാവുക? ഇറ്റ്സ് ഫോർ ദ അൺപ്രിപ്പയർഡ്. പ്രിപ്പയർ ചെയ്യാത്ത, പേടിക്കുന്ന, എസ്കേപ്പിസം അല്ലെങ്കിൽ റിയാലിറ്റീനെ ഫേസ് ചെയ്യാൻ മടിയുള്ള, പേടിച്ചോടുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ത്?
എന്ത് പഠിക്കാണ്ട് അല്ലെങ്കിൽ പിന്നെ ആലോചിച്ച് പേടിച്ചുകൊണ്ടിരിക്കുക, അയ്യോ എന്നെക്കൊണ്ടത് പറ്റുമോ, എന്നെക്കൊണ്ടത് നടക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ദിസ് ഈസ് ആർ ലാസ്റ്റ് ചാൻസ്. ഇത് നമ്മളുടെ അവസാനത്തെ സമയമാണ്, അവസാനത്തെ ശ്രമമാണ്. നമ്മളെ കൊണ്ടാവുന്നതിലപ്പുറം ചെയ്തിട്ട് എന്തുണ്ടാവണം മക്കളെ, നമ്മളെന്താന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അവസാനത്തെ ആ റിസൾട്ട് ഡേ, നമുക്ക് ആ റിസൾട്ട് വരുന്ന ദിവസത്തിൻ്റെ അന്ന് ആ കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിട്ട് പറയണം, യാ മോനെ യു ഡിഡ് ഇറ്റ് എന്ന് പറയാനുള്ള ചങ്കുറ്റത്തോടുള്ള റിസൾട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പണിയെടുക്കണം. ഒരു രാത്രി ഉറങ്ങിയില്ല എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചൊന്നും പോകില്ല. പക്ഷെ നാളെ എങ്ങാൻ തോറ്റാൽ, നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിഗ്രറ്റ്, ആ പശ്ചാത്താപം ലൈഫ് ലോങ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ കൂടെ കൊണ്ട് നടക്കേണ്ടി വരും. അതിലേക്ക് നിങ്ങൾ എത്തിക്കരുത്. അത്രയും നിങ്ങളുടെ അടുത്ത് സ്നേഹമുള്ളതുകൊണ്ടാണ് മക്കളെ നമ്മൾ എപ്പോഴും വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ പഠിക്കുക എന്ന് പറയാനുള്ള കാരണം. ബിക്കോസ് അതില്ലാത്ത, പഠനം കൊണ്ട് എവിടെയും എത്താത്ത, അല്ലെങ്കിൽ പഠിക്കാത്തത് കാരണം ഇന്നും റിഗ്രറ്റ് അടിച്ച് ലൈഫിനെ പുച്ഛിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങിയാൽ മനസ്സിലാവും. അതുകൊണ്ട് സീരിയസ് ആയിട്ട് കാണാം, നിങ്ങളുടെ സ്റ്റഡീസിനെ സീരിയസ് ആയിട്ട് കാണാം. ഇത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ ശ്രമമാണ്. ഇതിൽ നമ്മൾ തോറ്റാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. സോ നാളെ മുതൽ യു ആർ ഇൻ എ വാർ. ഉറക്കം തൂങ്ങിക്കാൻ നിങ്ങളുടെ കല്യാണമൊന്നും അല്ല ഇത്. ദിസ് ഇസ് ലൈക്ക് വാർ. നിങ്ങൾ പൊരുതേണ്ടത് നിങ്ങൾ പൊരുതുന്നത് നിങ്ങളുടെ റിസൾട്ടിനോടാണ്, നിങ്ങളുടെ ഭാവിയോടാണ്, നിങ്ങളുടെ ഫ്യൂച്ചറിനോടാണ്. നിങ്ങൾ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു സമയത്തിനോടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് വെറുതെ സൽക്കാരത്തിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ പോണ പോലെ അല്ല എക്സാം ഹാളിലേക്ക് കയറി പോകേണ്ടതെന്ന് മനസ്സിലാക്കുക. അത്രയ്ക്കും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ആരാ പറഞ്ഞ പറ്റൂല എന്ന് പറഞ്ഞവരോടൊക്കെ പോയി പണി നോക്കാൻ പറയണം, അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റാത്ത ഒരു സ്ഥലങ്ങളും ഈ ലോകത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ പുട്ട് യുവർ 100% എഫേർട്ട്. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ യു വിൽ ബി എനിവെയർ എൽസ്. നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾ വന്ന് ചോദിച്ചോ, എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ചോദിക്കുക. എഫേർട്ട് ഇടാൻ റെഡി ആയിട്ടിരിക്കുന്ന, കഷ്ടപ്പെടാൻ റെഡി ആയിട്ടുള്ള, പണിയെടുക്കാൻ റെഡി ആയിട്ടുള്ള ഏതൊരാൾക്കും പറഞ്ഞതാ റിസൾട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇഫ് യു ആർ റെഡി ടു ഹാർഡ് വർക്ക്. സോ ഇന്ന് മുതൽ, ഈ സെക്കൻഡ് മുതൽ, ഈ വീഡിയോ കഴിഞ്ഞത് എൻ്റെ അടിക്കുന്നത് മുതൽ എൻ്റെ മക്കളത്, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മക്കൾ നാളെ പോകുന്നത് ഒരു വാരിയേഴ്സ്, ഒരു യോദ്ധാവിനെ പോലെ ആയിരിക്കണം നാളെ എക്സാം ഹാളിലേക്ക് കയറുന്നത്. എഴുതുന്ന ഓരോ ഉത്തരവും അല്ലെങ്കിൽ ഓരോ ഉത്തരവും എഴുതി കഴിയുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ അഭിമാനങ്ങൾ, ഇങ്ങനെ പ്രൗഡ് മൊമെൻറ്റ് കൂടി വരണം. യെസ് ഐ എം ഡൂയിങ് ഇറ്റ് എന്നുള്ള ആ ഒരു പ്രൗഡ് മൊമെൻറ്റിലേക്ക് നമുക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റും. അതിനുവേണ്ടി നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി നമ്മളുടെ ഒരു സ്പെഷ്യൽ വാട്സപ്പ് ചാനലും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് യു വോണ്ട് ദാറ്റ്, താഴെ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്, ജസ്റ്റ് ജോയിൻ വിത്ത് അസ്. അത് എന്നെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇഫ് യു വോണ്ട് ദാറ്റ് എക്സ്റ്റേണൽ സപ്പോർട്ട്, നമ്മുടെ അടുത്തുനിന്ന് ഒരു സപ്പോർട്ട്, നിങ്ങൾക്ക് എപ്പോഴും ഒരു പുഷ് ആ ലെവലിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ബിക്കോസ് ഞങ്ങൾ നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ ഞങ്ങളുടെ മക്കളാണ്. എൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ ഫാക്കൽറ്റീസിൻ്റെയും സ്വന്തം മക്കളെ പോലെയാണ് ഞങ്ങൾ ഇരിക്കുന്ന മക്കളും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലത്തെ ചാനലുകളും കാര്യങ്ങളും യാതൊരു ലാഭേച്ഛയില്ലാതെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. സോ ആ കാര്യങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ ദിവസവും ആവശ്യമുള്ള കാര്യങ്ങളും ഷെഡ്യൂൾസും സ്ട്രാറ്റജീസും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആ ചാനലിലൂടെ നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ടാകും. സോ ഇഫ് യു ആർ റെഡി ടു വിൻ, ജയിക്കാൻ റെഡിയാണെങ്കിൽ, അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി. ജയിക്കാൻ റെഡിയാണെങ്കിൽ മാത്രം നമ്മളുടെ ആ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തോ, പോയി പഠിക്കടാ, കിട്ടും.